ഹായ് ഡിയർ, എല്ലാവർക്കും പ്രതിഭ കോളേജിന്റെ മറ്റൊരു ഓൺലൈൻ സെക്ഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ വേണ്ടി പോകുന്നത് 10ാം ക്ലാസ്സിലെ ഹിന്ദിയിലെ 2ാമത്തെ യൂണിറ്റിലെ 1ാമത്തെ ചാപ്റ്ററായ അയാം കലാം കെ ബഹാനെ എന്ന ചാപ്റ്ററാണ്. നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം, അയാം കലാം കെ ബഹാനെ എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. വളരെ ചെറിയൊരു ചാപ്റ്ററാണ്, സിമ്പിൾ ആണ്. ഓക്കെ, നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്കിലെ ആ ചാപ്റ്ററിന്റെ പേജ് നോക്കി നിങ്ങൾ ആ ചാപ്റ്ററിനെ വിലയിരുത്താൻ നിൽക്കരുത്. എളുപ്പത്തിൽ നമുക്ക് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പഠിച്ച് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് അയാം കലാം കെ ബഹാനെ. നിങ്ങൾ റെഡിയാണോ? ഓക്കെ, അപ്പോൾ നിങ്ങൾ റെഡി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ചാപ്റ്ററിലേക്ക് പോകാം. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആ ചാപ്റ്റർ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. നമ്മൾ ഇപ്പൊ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഹിന്ദിയിൽ തന്നെ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റും. നമുക്കുണ്ടാവുന്ന ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഥ അറിയായിരിക്കും, എല്ലാ ചാപ്റ്ററിന്റെ കഥ ഞങ്ങൾക്ക് അറിയായിരിക്കും. അപ്പൊ നിങ്ങൾ ചില കുട്ടികൾ പറയും, അയ്യോ സാറേ എനിക്ക് എല്ലാ കഥയും അറിയാം, പക്ഷെ എനിക്ക് ഹിന്ദിയിലോട്ട് മാറ്റി എഴുതാൻ പറ്റുന്നില്ല, എന്തുകൊണ്ട്? അതിന്റെ ഒരു എളുപ്പ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് വായിക്കാൻ ശ്രമിക്കുക. അതായത് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പഠിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ സാധിക്കും, ആ പാഠത്തെക്കുറിച്ചും ഹിന്ദി അത്യാവശ്യം കൈകാര്യം ചെയ്യാനും പറ്റും. ഇത്തിരി തെറ്റുകുറ്റങ്ങളൊക്കെ വരും, സ്വാഭാവികം. അത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അത് ക്രമേണ എഴുതി വരുമ്പോൾ അത് എന്ത് ചെയ്യും, നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഹിന്ദി എന്ന് പറയുന്ന ലാംഗ്വേജിനെ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, പറ്റൂല, എന്നെ ഡിഫിക്കൽട്ട് ആണ് എന്നൊരു ചിന്തയെ തോന്നാൻ പാടില്ല. പറ്റും, നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് നടക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. നമുക്ക് നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ചാപ്റ്ററിലേക്ക് പോവാം. ഓക്കെ, ചാപ്റ്ററിന്റെ പേരാണ് അയാം കലാം കെ ബഹാനെ, ഞാൻ കലാം എന്ന വ്യാജേന. ഈ ചാപ്റ്റർ ഒരു ഫിലിമി ലേഖാണ്. ഫിലിമി ലേഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചലച്ചിത്ര ലേഖനം. ഈ ചാപ്റ്റർ എഴുതിയ ആളുടെ പേര് മിഹിർ. അപ്പൊ ആദ്യത്തെ 3 കാര്യങ്ങൾ മനസ്സിലായല്ലോ. നമ്മുടെ ചാപ്റ്റർ പേരാണ് അയാം കലാം കെ ബഹാനെ. ഓക്കെ, അടുത്ത് ഈ ചാപ്റ്റർ എന്താണ്, ഫിലിമി ലേഖാണ്, അതായത് ചലച്ചിത്ര ലേഖനമാണ്. ഇതൊരു കഥയല്ല, കവിതയല്ല, ഡയറി അല്ല, എന്താണ്, ഫിലിമി ലേഖാണ്, ചലച്ചിത്ര ലേഖനം. പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ ഒരു കഥയായിട്ട് പഠിക്കുക. നമുക്ക് കഥ എല്ലാവർക്കും ഇഷ്ടമല്ലേ, നമുക്ക് കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ഒരു കഥ പോലെ എന്ത് ചെയ്യാം, നമുക്ക് ഇതിനെ പഠിച്ചെടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിച്ചെടുക്കാം. ഈ ചാപ്റ്റർ എഴുതിയ ആളുടെ പേര് ഒന്നും കൂടെ പറയാം, മിഹിറാണ്. പരീക്ഷയ്ക്ക് വേണമെങ്കിൽ 1 മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിക്കാം. എന്താണ് അയാം കലാം കെ ബഹാനെ എന്ന് പറയുന്ന ചാപ്റ്റർ എന്തോന്ന് രചനയാണ്, കിസ് രചന ഹെ, എത്തരത്തിലുള്ള രചനയാണ്? അപ്പൊ നമുക്ക് പറയാം എന്താണ്, ഫിലിമി ലേഖ്, ചലച്ചിത്ര ലേഖനമാണ്. ഈ ചാപ്റ്റർ എഴുതിയ ആളുടെ പേരാണ് മിഹിർ. അപ്പൊ ആദ്യമേ ഞാനൊരു കാര്യം പറയാം. ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ചാപ്റ്ററിന് 2 കഥകളുണ്ട്. ഈ ചാപ്റ്ററിന് എത്ര കഥകളുണ്ട്? 2 കഥകളുണ്ട്. 1ാമത്തെ കഥയിലെ കഥാപാത്രങ്ങളാണ് മിഹിർ, മോർപാൽ. ശ്രദ്ധിക്കുക, 1ാമത്തെ കഥയിലെ കഥാപാത്രങ്ങളാണ് മിഹിർ, മോർപാൽ. 2ാമത്തെ കഥയിലെ കഥാപാത്രങ്ങളാണ് കലാം, രൺവിജയ്. 2ാമത്തെ കഥയിലെ കഥാപാത്രങ്ങളാണ് കലാം, രൺവിജയ്. ഓക്കെ, നമുക്ക് അങ്ങനെ പഠിക്കാം. അപ്പം ഈ ചാപ്റ്ററിന് എത്ര കഥകളുണ്ട്? 2 കഥകളുണ്ട്. 1ാമത്തെ കഥയിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? മിഹിറും മോർപാലും. 2ാമത്തെ കഥയിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? നിങ്ങൾ പറഞ്ഞേ, ആരൊക്കെയാ? കലാമും രൺവിജയും. ഓക്കെ, നമുക്ക് ഇനി ചാപ്റ്ററിലേക്ക് പോവാം, നേരെ പോവാം. ഓക്കെ, ഇനി അടുത്ത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നോക്കിക്കോളൂ. നമ്മുടെ മിഹിറും മോർപാലും എങ്ങനെയാണ് കൂട്ടുകാരായത്? നമ്മൾ ആദ്യത്തെ കഥയിലെ കഥാപാത്രങ്ങളാണ് ആരൊക്കെ? മിഹിർ, മോർപാൽ. ഇവരെങ്ങനെയാണ് കൂട്ടുകാരായത്? നമ്മളിപ്പോ ഒരു കഥ പഠിക്കുമ്പോൾ നമ്മൾ പറയില്ലേ, ഒരിടത്തൊരിടത്ത് ഒരാളുണ്ടായിരുന്നു, ഒരു രാജാവ് ഉണ്ടായിരുന്നു. അതുപോലെ ഈ മിഹിർ, മോർപാലും എങ്ങനെയാണ് കൂട്ടുകാരായത്? ഓക്കെ, നിങ്ങൾ ആ സ്ക്രീനിൽ കാണുന്ന ആ ഒരു കാര്യം നമുക്ക് വായിക്കാം. നാം കാ പഹല അക്ഷർ മിൽനെ കെ വജഹ് സെ മോർപാൽ ഓർ മിഹിർ ദോസ്ത് ബനെ. ഓക്കെ, എന്താണ് എന്റെ മീനിങ്? നാം കാ, പേരിന്റെ, പഹല, ആദ്യത്തെ, അക്ഷരങ്ങൾ, മിലിനേക്ക് വജഹ് സെ, ഒന്നായത് കൊണ്ട്, മോർപാൽ ഓർ മിഹിർ, മോർപാലും, ഓർ ആൻഡ് മിഹിറും ദോസ്ത് ബനെ, സുഹൃത്തുക്കളായി. എങ്ങനെയാണ് മോർപാലും മിഹിറും സുഹൃത്തുക്കളായത്? പേരിന്റെ ആദ്യാക്ഷരങ്ങൾ സെയിം ആയതുകൊണ്ട്. നിങ്ങൾ ഇവിടെ നോക്കിയേ, മോർപാലിന്റെ ഫസ്റ്റ് ലെറ്റർ ഏതാണ്? മ. ഓക്കെ, മിഹിറിന്റെ ഫസ്റ്റ് ലെറ്റർ ഏതാണ്? മ. അപ്പൊ എന്താണ്, ഇവര് ക്ലാസ്സിൽ ഒരുമിച്ചാണ്. അപ്പൊ ഒരുമിച്ചായതുകൊണ്ടാണ് ഇവർ എന്ത് ചെയ്തത്, ഫ്രണ്ട്സ് ആയത്. ഓക്കെ, നമുക്കും സുഹൃത്തുക്കളുണ്ട്. ചിലപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ആയിരിക്കാം ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഓക്കെ, അപ്പം ഈ കഥയിലെ തുടക്കം എങ്ങനെയാണ് മക്കളെ? ശ്രദ്ധിക്കുക, എങ്ങനെയാണ് തുടങ്ങുന്നത് ഈ കഥയിലെ? മോർപാലും മിഹിറും എങ്ങനെയാ സുഹൃത്തുക്കളായത്? പേരിന്റെ ആദ്യാക്ഷരങ്ങൾ ഒന്നായതിന്റെ കാരണത്താൽ. അത് മലയാളത്തിൽ പറയുമ്പോൾ നമുക്ക് ഹിന്ദിയിലും കൂടെ പറയാൻ പറ്റില്ല ഈ കാര്യം. ഓക്കെ, ഇങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യാം, അത് പഠിക്കാൻ. ഓക്കെ, ശരി. ഇനി നമുക്ക് സ്ക്രീനിൽ കാണുന്നത് പോലെ മിഹിറും മോർപാലും ആരൊക്കെയാണ്, അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? മക്കളെ എല്ലാവരും ശ്രദ്ധിക്കുക.
നിങ്ങളുടെ സ്ക്രീനിൽ മോർപാലിനെ കുറിച്ചും മിഹിറിനെ കുറിച്ചും എന്താണ് രണ്ട് കോളം ഉണ്ട്, അതായത് രണ്ട് ടേബിൾ ആർ കോളമായിട്ട് വരച്ച് എഴുതിയിട്ടുണ്ട്. അത് കൃത്യമായി നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു നോട്ട്ബുക്കിൽ എഴുതിയെടുക്കണം. ഞാൻ പഠിപ്പിക്കുന്ന സമയം ഞാൻ പഠിപ്പിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, വ്യക്തമായിട്ട് ഈ ഒന്നും കൂടെ ഒന്ന് കാണുക, ക്ലാസ് കാണുക. ഇപ്പൊ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഇപ്പൊ ആരും എഴുതാൻ നിൽക്കരുത്, പറയുന്നത് മാത്രം ശ്രദ്ധിച്ച് കേൾക്കുക. എന്നിട്ട് ക്ലാസ് കഴിഞ്ഞ ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നും കൂടെ ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് എഴുതിയെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ കുറെ കൂടെ എളുപ്പമായിരിക്കും. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നതിനോടൊപ്പം ഈ പോയിന്റും കൂടെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടെ ആ ചാപ്റ്ററിന്റെ ഐഡിയ, അതായത് നിങ്ങൾക്ക് ഹിന്ദിയിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. അതാണ് നമുക്ക് വേണം, ഹിന്ദിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പ്രസന്റ് ചെയ്യണം. ഇത്തിരി അക്ഷരത്തെറ്റുകളൊക്കെ വരും, സ്വാഭാവികം. അത് നമ്മൾ എന്ത് ചെയ്യണം, ക്രമേണ അങ്ങനെ എഴുതി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓക്കെ ആക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം മിഹിർ ആരാണെന്ന്. ഫസ്റ്റ് പോയിന്റ് നോക്കിയേ. അപ്പൊ ഞാൻ വായിക്കുമ്പോൾ എന്നോടൊപ്പം കൂടെ വായിക്കുക. കൂടെ വായിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ ഒരു ചാപ്റ്ററിന്റെ അകത്ത് നമ്മളാണ് മിഹിർ, നമ്മളാണ് മോർപാൽ എന്നൊരു ഒരു ചിന്ത തോന്നും. നമ്മളും ആ ചാപ്റ്ററിന്റെ അകത്തുണ്ട് എന്നുള്ള ഒരു ചിന്ത തോന്നും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. മിഹിർ ഫസ്റ്റ് പോയിന്റ് നോക്കാം. ഖാനെ കെ ലിയെ രാജ്മ ചാവൽ ലാത്താ ഥാ. ഫസ്റ്റ് പോയിന്റ് എന്താണ്, ഖാനെ കെ ലിയെ ആഹാരം. ഖാനെ കെ ലിയെ എന്ന് വെച്ചാൽ ആഹാരം. എന്താണ്, രാജ്മ ചാവൽ. രാജ്മ എന്ന് വെച്ചാൽ ഒരു കറിയുടെ പേരാണ്, ചാവൽ എന്ന് വെച്ചാൽ ചോറും. ആഹാരം എന്താണ്, രാജ്മ ചാവൽ ലാത്താ. എന്താണ്, ചോറും കറിയും കൊണ്ടുവരും. അതായത് ഈ മിഹിർ എന്ന് പറയുന്ന പയ്യൻ എന്താണ്, ഉച്ചയ്ക്ക് സ്കൂളിൽ കഴിക്കാൻ കൊണ്ടുവരുന്ന എന്താണ്, ഖാനേക്കയിലെ ആഹാരത്തിന് എന്താണ്, രാജ്മ ചാവൽ ലാത്താ, ചോറും കറിയും കൊണ്ടുവരും. അടുത്ത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇപ്പുറത്ത് നോക്ക്, മോർപാൽ എന്താണ് കൊണ്ടുവരുന്നത്, ഖാനേക്കയിലെ ചാഞ്ച് കാ ഡിബ്ബ ലാത്താ. ഖാനേക്കയിലെ ആഹാരത്തിനായി ചാഞ്ച് കാ ഡിബ്ബ, മോരും വെള്ളം. ചാഞ്ച് കാ ഡിബ്ബ എന്ന് വെച്ചാൽ മോരും വെള്ളം ലാത്താ കൊണ്ടുവരും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, മിഹിർ ഉച്ചയ്ക്ക് കഴിക്കാൻ കൊണ്ടുവരുന്നത് എന്താണ്, രാജ്മ ചാവൽ ചോറും കറിയും. മോർപാൽ എന്താണ് ഉച്ചയ്ക്ക് കഴിക്കാൻ കൊണ്ടുവരുന്നത്, ചാഞ്ച് കാ ഡിബ്ബ മോരും വെള്ളം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇതിലൂടെ നമുക്കൊരു വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കും. മോർപാലും മിഹിറും തമ്മിൽ എന്താണ്, മിഹിർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണക്കാരനും, മോർപാൽ എന്ന് വെച്ചാൽ ആരാണ്, പാവപ്പെട്ടവനും. മിഹിർ അമീർ ലഡ്ക. അമീർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അമീർ ഖാൻ അല്ല, സിനിമാ നടനല്ല, ബോളിവുഡിലെ സിനിമാ നടനല്ല. എന്താണ്, അമീർ എന്ന് വെച്ചാൽ ആരാണ്, പണക്കാരനാണ്. ഓക്കെ, അടുത്ത് മോർപാൽ എന്ന് വെച്ചാൽ ആരാണ്, പാവപ്പെട്ടവനാണ്. ഗരീബ് ലഡ്ക, പാവപ്പെട്ട പയ്യനാണ്. ഓക്കെ, അടുത്ത് രണ്ടാമത്തെ പോയിന്റ്, മിഹിറിന്റെ രണ്ടാമത്തെ പോയിന്റ് നോക്കാം. റോസ്. റോസ് എന്ന് കേട്ടപ്പോ എന്താ ഓർമ്മ വന്നത് നിങ്ങളുടെ മനസ്സിൽ, റോസപ്പൂവാണ് ഓർമ്മ വന്നത്? അല്ല. എന്താണ്, റോസ് എന്ന് വെച്ചാൽ എന്താണ്, ഹിന്ദിയിലെ റോസ് എന്ന് പറഞ്ഞ വാക്കിന്റെ മീനിങ് ആണ് ദിവസവും. റോസ് എന്ന് വെച്ചാൽ ദിവസവും. സ്കൂൾ ജാന, സ്കൂളിൽ പോകാൻ. സ്കൂൾ ജാന എന്ന് വെച്ചാൽ സ്കൂളിൽ പോകാൻ. പസന്ത് നഹീം, ഇഷ്ടമില്ല. പസന്ത് നഹീം എന്ന് വെച്ചാൽ ഇഷ്ടമില്ല. ഓർ ആൻഡ് പടായിമേം, പഠിത്തത്തിൽ. പടായിമേം എന്ന് വെച്ചാൽ പഠിത്തത്തിൽ. മൻ നഹീം ലഗുത്ത, താല്പര്യവുമില്ല. അപ്പൊ മിഹിറിന് എന്താണ്, രണ്ടാമത്തെ പോയിന്റ് എന്താണ്, അവന് ദിവസവും സ്കൂളിൽ പോകാനും ഇഷ്ടമില്ല, അതുപോലെ എന്താണ്, അവനെ പഠിക്കാനും താല്പര്യമില്ല. അങ്ങനത്തെ ഒരാളാണ് ആര്, മിഹിർ. അടുത്ത ഇനി മോർപാലിന്റെ രണ്ടാമത്തെ പോയിന്റിലേക്ക് പോവാം. 15 കിലോമീറ്റർ. 15 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 15 കിലോമീറ്റർ സൈക്കിൾ ചലാക്കർ, സൈക്കിൾ ചവിട്ടിയാണ് റോസ്. വീണ്ടും റോസ് വന്നു. എന്താണ് റോസ് എന്ന് വെച്ചാൽ എന്താ, ദിവസവും. റോസ് ദിവസവും. സ്കൂൾ ആത്താ, സ്കൂളിലേക്ക് വരും. സ്കൂൾ ആത്താ എന്ന് വെച്ചാൽ സ്കൂളിലേക്ക് വരും. ഓർ ആൻഡ് പടായിമേം, പഠിത്തത്തിൽ. മൻ ലഗുത്താ ഹേ, താല്പര്യമുണ്ട്. മൻ ലഗുത്താ ഹേ എന്ന് വെച്ചാൽ താല്പര്യമുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ മിഹിറിനെ കുറിച്ച് പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്, അവന് സ്കൂളിൽ പോകാനും താല്പര്യമില്ല, പഠിക്കാനും താല്പര്യമില്ല. പക്ഷെ മോർപാലിനെ കുറിച്ച് പറഞ്ഞപ്പോ എന്താണ് പറഞ്ഞത്, അവൻ 15 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടിയാണ് എന്ത് ചെയ്യുന്നത്, സ്കൂളിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ പഠിക്കാൻ അവൻ എന്താണ്, താല്പര്യമുണ്ട്, വളരെ താല്പര്യമുള്ള പയ്യനാണ്. അടുത്ത് മിഹിറിന്റെ മൂന്നാമത്തെ പോയിന്റിലേക്ക് പോവാം. നോക്കിക്കോളൂ. രവിവാർ കി ചുട്ടി കാ ദിൻ വോ ഘർ മേം ഖുഷി മനാതാ ഥാ. രവിവാർ കി, ഞായറാഴ്ചയിലെ. രവിവാർ എന്ന് വെച്ചാൽ ഞായറാഴ്ചയിലെ. ചുട്ടി കാ ദിൻ, അവധിയുള്ള ദിവസം. ചുട്ടി കാ ദിൻ എന്ന് വെച്ചാൽ അവധിയുള്ള ദിവസം. വോ, അവൻ. വോ എന്ന് വെച്ചാൽ അവൻ. ഘർ മേം, വീട്ടിൽ. ഖുഷി മനാത്താ, സന്തോഷിക്കും അല്ലെങ്കിൽ ആഘോഷിക്കും. ഖുഷി മനാത്ത എന്ന് വെച്ചാൽ ആഘോഷിക്കും അല്ലെങ്കിൽ സന്തോഷിക്കും. ഞായറാഴ്ചയിൽ അവധിയുള്ള ദിവസം മിഹിർ എന്ത് ചെയ്യും, വീട്ടിൽ എന്ത് ചെയ്യും, ആഘോഷപൂർണ്ണമാക്കും, ആഘോഷിക്കും എന്നാണ് പറയുന്നത്. അടുത്ത മോർപാലിനെ കുറിച്ച് പറയാം. മൂന്നാമത്തെ പോയിന്റ് മോർപാലിന്റെ. രവിവാർ കി ചുട്ടി കാ ദിൻ ഉൻകോ ബുരി ലഗത്തി ഥി. എന്താണ്, രവിവാർ കി, ഞായറാഴ്ചയിലെ. ചുട്ടി, അവധിയുള്ള. ദിൻ, ദിവസം. ഉൻകോ, അവന്. ബുരി ലഗത്തി ഥി, മോശമാണ് അല്ലെങ്കിൽ എന്താണ്, അവന് ബുരി ലഗത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, മോശപ്പെട്ടതാണ്.
ഓക്കെ, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മളിപ്പോ മിഹിറിനെ കുറിച്ച് ഇത്രയും പോയിന്റുകൾ പഠിക്കുകയാണ്. ആ പഠിക്കുന്നതിന്റെ ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ആർക്കുള്ളൂ? മോർപ്പാലിനുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒന്നും പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പോയിന്റ്, അതായത് മിഹിറിന്റെ പോയിന്റ് മാത്രം നിങ്ങളൊന്ന് നോക്കി വെച്ച് കഴിഞ്ഞാൽ മോർപ്പാലിന്റെ പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെറിയ മാറ്റങ്ങൾ മാത്രം വരുത്തിയാൽ മതി. അതാണ് നിങ്ങൾ ഒന്നും കൂടെ വ്യക്തമായി നോക്കണം. മിഹിറിന്റെ പോയിന്റ് വായിച്ചിട്ട് മോർപ്പാലിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് എളുപ്പം തോന്നും. ഓക്കെ, അടുത്ത് ലാസ്റ്റത്തെ പോയിന്റ്, മിഹിറിന്റെ ലാസ്റ്റത്തെ പോയിന്റ് നോക്കാം. मिहिर के पास 72 कपड़े थे और स्कूल की യൂണിഫോം से हमेशा चिड़ा करता. എന്താണ്? മിഹിർ കെ പാസ്, മിഹിറിന്റെ കൈകളിൽ. മിഹിർ കെ പാസ് എന്ന് വെച്ചാൽ മിഹിറിന്റെ കൈകളിൽ അല്ലെങ്കിൽ മിഹിറിന്റെ അടുത്ത് ബഹത്തർ കപ്പടേ ഥേ, വില കൂടിയ വസ്ത്രങ്ങളുണ്ട്. ബഹത്തർ കപ്പടേ ഥേ എന്ന് വെച്ചാൽ വില കൂടിയ വസ്ത്രങ്ങളുണ്ട്. ഓർ ആൻഡ് സ്കൂൾ കി യൂണിഫോം സേ, സ്കൂൾ കി യൂണിഫോം സേ, സ്കൂളിലെ യൂണിഫോമിനോട് ഹമേശ എപ്പോഴും, ഹമേശ എന്ന് വെച്ചാൽ എപ്പോഴും, ചിടാക്കർത്ത ഒഴിവാക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? വെറുപ്പാണ്. അതായത് സ്കൂളിലെ യൂണിഫോം എപ്പോഴും എന്ത് ചെയ്യും? ഒഴിവാക്കും. വേണ്ട, എനിക്ക് സ്കൂളിലെ യൂണിഫോം വേണ്ട എന്നാണ് ആര് പറയുന്നത്? മിഹിർ പറയുന്നത്. അവന്റെ കയ്യിൽ എന്തുണ്ട്? വില കൂടിയ വസ്ത്രങ്ങളുണ്ട്. അതിന്റെ കാരണം എന്താണ്? മിഹിർ ആരാണ്? പണക്കാരനാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മിഹിർ എന്ന് വെച്ചാൽ ആരാണ്? പണക്കാരൻ, ഒരു പയ്യനാണ്. അടുത്ത് നേരെ മോർപ്പാല ലാസ്റ്റ് പോയിന്റിലേക്ക് വരാം. मोरपाल के पास एक मात्र कमीज पैंट का नया जोड़ा, वह नीली काकी സ്കൂൾ യൂണിഫോം ഹി ഥാ. എന്താണ്? മോർപ്പാൽ കെ പാസ്, മോർപ്പാലിന്റെ കയ്യിൽ മോർപ്പാലിന്റെ കയ്യില് ഏക്ക് മാത്ര, ഒരേ ഒരു, ഏക്ക് മാത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ഒരു കമ്മീസ് പാന്റ്, ഷർട്ടും പാന്റിന്റെയും, നയാ ജോഡ, പുതിയ ജോഡി, വഹ് ആ, നീലി കാക്കി, നീലയും കാക്കിയുമായ സ്കൂൾ യൂണിഫോം ഹീഥ, സ്കൂൾ യൂണിഫോം ആയിരുന്നു. അപ്പൊ പാവം എന്താണ്? മോർപ്പാലിന്റെ കയ്യിൽ എന്താണ്? ഒരേ ഒരു എന്താണ്? ഷർട്ടും പാന്റുമേ ഉണ്ടായിരുന്നുള്ളൂ. ഏതാണ്? അവന്റെ സ്കൂൾ യൂണിഫോം. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും എന്താണ്? ഒരു ജോഡി വസ്ത്രം മാത്രമാണ് ഉള്ളത്? ഇല്ല, നമുക്ക് എന്താണ്? പലതരത്തിലുള്ള വസ്ത്രങ്ങളുണ്ട് അല്ലേ? അപ്പൊ പാവം മോർപ്പാലിന്റെ കയ്യിൽ എന്തേ ഉള്ളൂ? ഒരേ ഒരു വസ്ത്രം മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ നമ്മൾ എന്ത് നോക്കി? മിഹിറിനെ കുറിച്ചും മോർപ്പാലിനെ കുറിച്ചും ഒരു കമ്പാരിസൺ. മിഹിറിനെ കുറിച്ച് പറയാം. ഇപ്പൊ ഒരാൾ പറയണം മിഹിറിനെ കുറിച്ച് 2 പോയിന്റ് പറ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം. ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ മിഹിറിനെ കുറിച്ചും മോർപ്പാലിനെ കുറിച്ചും നിങ്ങൾക്ക് പറയാൻ സാധിക്കും. അതായത് കഴിഞ്ഞ വർഷം, അതായത് കഴിഞ്ഞ 2023 കഴിഞ്ഞ വർഷം ചോദിച്ച മോഡൽ എക്സാമിന് ചോദിച്ചൊരു ചോദ്യമുണ്ട്. മിഹിറിനെ കുറിച്ച് മോർപ്പാലിനെ കുറിച്ച് ഒരു ടേബിൾ ആർ കോളം തന്നിട്ട് 4 മാർക്കിന് ചോദിച്ചു. ഓക്കെ, അതായത് മിഹിറിനെ കുറിച്ചുള്ള യോജിച്ച പോയിന്റ്, അതായത് മിഹിറുമായി ചേർന്ന് കിടക്കുന്ന പോയിന്റ്, മോർപ്പാലുമായി ചേർന്ന് കിടക്കുന്ന പോയിന്റും ഏതൊക്കെയാണ് എന്ന് തെരഞ്ഞെടുത്ത് തരാൻ വേണ്ടി ചോദിച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് നല്ലതുപോലെ പ്രസന്റ് ചെയ്യാൻ പറ്റും ഈ ഒരു കാര്യം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ. മിഹിറിനെ കുറിച്ചും മോർപ്പാലിനെ കുറിച്ചും നമുക്ക് എന്താണ് പരീക്ഷയ്ക്ക് നമുക്ക് എഴുതാൻ വേണ്ടി ചോദിച്ചാൽ കൃത്യമായി ഇത്രയൊന്ന് നോക്കി വെച്ചാൽ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു കഥ, ഒന്നാമത്തെ കഥ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താണ് മിഹിറിനെ കുറിച്ചും മോർപ്പാലിനെ കുറിച്ചും ഒരു ഐഡിയ കിട്ടിയോ? ഓക്കെ, ഐഡിയ കിട്ടിയോ? അപ്പൊ ഒന്നും കൂടെ ലാസ്റ്റ് ഒന്ന് പറഞ്ഞു നിർത്താം. അപ്പൊ മിഹിറും മോർപ്പാലും എങ്ങനെയാ കൂട്ടുകാരായത്? പേരിന്റെ ആദ്യാക്ഷരങ്ങൾ സെയിം ആയതിന്റെ കാരണത്താൽ. അടുത്ത് മിഹിറിനെ കുറിച്ചും മോർപ്പാലിനെ കുറിച്ചും പോയിന്റുകൾ ചോദിച്ചാൽ നിങ്ങൾ പറയുമല്ലോ, മിഹിറിനെ കുറിച്ച് ഒരു 4 പോയിന്റ്, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ആരെ കുറിച്ച്? മോർപ്പാലിനെ കുറിച്ച്. ഓക്കെ, ഇതോടുകൂടി ഒന്നാമത്തെ കഥ അവസാനിച്ചില്ല. ലാസ്റ്റ് ഒരു ക്ലൈമാക്സും കൂടെ ഉണ്ട്. എല്ലാ സ്റ്റോറിയുടെ അവസാനം ഒരു ക്ലൈമാക്സ് കാണുമല്ലോ. ഈ ഒരു സ്റ്റോറിയുടെ ആദ്യത്തെ കഥയിലെ ലാസ്റ്റ് സീൻ ഒരു ക്ലൈമാക്സ് സീനാണ്. നോക്കിക്കോളൂ. എന്താണ്? നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഏറ്റവും മുകളിലത്തെ വരിയാണ്. മോർപാൽ കി പടായി 8 വീം കെ ബാദ് ചുട് ജാത്താ ഹേ. എന്താണ്? മോർപാൽ കി, മോർപ്പാലിന്റെ, പടായി വിദ്യാഭ്യാസം, 8 വീം കെ ബാദ്, 8 വീം 8ാം ക്ലാസ്സിന്, കെ ബാദ് ശേഷം, ചുട് ജാത്താ ഹേ അവസാനിക്കുന്നു. ക്യോങ്കി ഗരീബി കെ കാരൺ ഓർ ഖേത്തി മേ പിതാക്കി സഹായത കർണേ കെ ലിയെ. എന്താണ്? ക്യോങ്കി എന്തെന്നാൽ, ഗരീബി കെ കാരൻ പട്ടിണി കാരണവും, ഓർ ആൻഡ് ഖേത്ത് മേ കൃഷിയിൽ, പിതാക്കി അച്ഛനെ, സഹായത കർണേ കെ ലിയെ സഹായിക്കാനും വേണ്ടി. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ ആദ്യത്തെ കഥയിലെ കഥാപാത്രങ്ങളാണ് ആരൊക്കെയാണ്? മിഹിറും മോർപ്പാലും. ഓക്കെ, മിഹിറിനെ കുറിച്ചും നിങ്ങൾക്കറിയാം, മോർപ്പാലിനെ കുറിച്ചും അറിയാം. അപ്പൊ ഒന്നാമത്തെ കഥ എങ്ങനെയാണ് വൈൻഡപ്പ് ചെയ്യുന്നത്, തീരുന്നത്? മിഹിർ, നമ്മുടെ മോർപ്പാലിന്റെ പഠിത്തം എങ്ങനെയാണ്? 8ാം ക്ലാസ്സോടുകൂടി അവസാനിക്കുന്നു. അതിന്റെ കാരണം എന്താണ്? അവന്റെ വീട്ടില് അത്രയും ബുദ്ധിമുട്ടാണ്. കാരണം എന്താണ്? പട്ടിണിയുണ്ട്. കൃഷിയിൽ അച്ഛനെ സഹായിക്കാനും വേണ്ടിയിട്ടാണ് അവൻ എന്ത് ചെയ്തത്? സ്വന്തം വിദ്യാഭ്യാസം നിർത്തിവെച്ചത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മളിപ്പോ മിഹിറിനെ കുറിച്ചും മോർപ്പാലിനെ കുറിച്ചും ഇപ്പൊ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന ഇത്രയും പോയിന്റ്സ് ടെക്സ്റ്റ് ബുക്കിന്റെ അകത്തുള്ള സെന്റൻസ് ആണ്.
ടെക്സ്റ്റ് ബുക്കിന് വായിച്ചു, അതായത് ടെക്സ്റ്റ് ബുക്ക് കൃത്യമായി വായിക്കുന്ന ഒരു കുട്ടിക്കാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കും. ഓ, സാർ ഇപ്പോൾ തന്ന നോട്ട്സ് ഈ വരികൾ എവിടത്തെയാണ്, നമുക്ക് ടെക്സ്റ്റ് ബുക്കിന്റെ അകത്തുള്ള വരികളാണ് എന്ന് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ സാധിക്കും. ഓക്കെ, ഇല്ല എങ്കിൽ നമുക്ക് ആ ചാപ്റ്റർ ഇതുവരെ ഒരു ഐഡിയ കിട്ടിയിട്ടില്ലാത്തവർക്കാണെങ്കിൽ ഇത് നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ ഒരു ചാപ്റ്ററിന്റെ കൃത്യമായിട്ടുള്ള പോയിന്റ്സും ആ ഒരു കൃത്യമായി എന്താണ് ആ ഒരു ചാപ്റ്റർ പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഒന്നാമത്തെ കഥ. ഇത്രയേ ഉള്ളൂ ഒന്നാമത്തെ കഥ. ഓക്കെ, അടുത്തിനി നമ്മൾ രണ്ടാമത്തെ കഥയിലേക്ക് പോവാണ്. അപ്പൊ ആദ്യത്തെ കഥയിലെ കഥാപാത്രങ്ങൾ മിഹിർ, മോർപാൽ കഴിഞ്ഞു. അടുത്തിനി നമ്മൾ രണ്ടാമത്തെ കഥയിലേക്ക് പോവാണ്. ആ ചാപ്റ്ററിന്റെ രണ്ടാമത്തെ കഥയിലേക്ക് പോവാണ്. പക്ഷെ അവിടെ രണ്ടാമത്തെ കഥയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ ആ ബോക്സിൽ കണ്ടില്ലേ, ബോക്സിൽ ഒരു പിങ്ക് ലെറ്റർ എഴുതിയിട്ടുണ്ടോ നോക്കിയോളൂ. എന്താണ്? നീൽ മാധവ് പാണ്ഡ की आयाम कलाम फिल्म देखते हुए मिहिर को अपना बचपन याद आया. അതായത് ഇവിടെ പറയുന്ന ഇത്രയേ ഉള്ളൂ, ശ്രദ്ധിക്കുക. നമ്മൾ രണ്ടാമത്തെ കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കഥയാണ്. ഓക്കെ, അപ്പം നമ്മളെ ഈ ചാപ്റ്റർ എഴുതിയ ആളുടെ പേരെന്താണ്? മിഹിറാണ്. ഈ ചാപ്റ്റർ എഴുതിയ ആളുടെ പേരെന്താണ്? മിഹിറാണ്. മിഹിർ ആദ്യത്തെ കഥയിൽ മിഹിറിന്റെ ജീവിതമാണ് പറയുന്നത്. ആദ്യത്തെ കഥയിൽ മിഹിറിന്റെ ജീവിതത്തിൽ നടന്ന കഥയാണ് പറയുന്നത്. രണ്ടാമത്തെ കഥ പറയുന്നത് എന്താണ്? ഒരു സിനിമയ്ക്കകത്ത് നടന്ന കഥയാണ് ഇവിടെ മിഹിർ പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കിക്കോളൂ, ഈ ആരുടെ സിനിമയാണ്? നീൽ മാധവ് പാണ്ഡാക്കി. നീൽ മാധവ് പാണ്ഡയുടെ, അതായത് സിനിമ സംവിധാനം ചെയ്ത ആളുടെ പേരാണ് നീൽ മാധവ് പാണ്ഡ. നീൽ മാധവ് പാണ്ഡയുടെ അയാം കലാം ഫിലിം, അയാം കലാം എന്ന ഫിലിം ദേഖത്തെ ഹുയെ കണ്ടപ്പോൾ മിഹിറിന് തന്റെ ബെച്ചുപ്പൻ കാലം യാത് ആയ, ഓർമ്മ വന്നു. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ കഥ മിഹിർ മോർപാല്, അത് മിഹിറിന്റെ ജീവിതത്തിൽ നടന്ന ഒരു കഥയാണ്. അടുത്ത് രണ്ടാമത്തെ കഥ പറയുന്നത് എന്താണ്? നമ്മുടെ മിഹിർ ഒരിക്കൽ ഒരു സിനിമ കാണാൻ വേണ്ടി പോയി. ആ സിനിമയുടെ പേരാണ് അയാം കലാം. ആ സിനിമ സംവിധാനം ചെയ്ത ആളുടെ പേരെന്താണ്? നീൽ മാധവ് പാണ്ഡ. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന രണ്ടാമത്തെ കഥ എന്താണ്? ആ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കഥയാണ്. നോക്കൂ, ആ കഥയിലും രണ്ട് കഥാപാത്രങ്ങളുണ്ട്. നമ്മളെ മിഹിറിനെയും മോർപാലിനെയും പോലെ രണ്ട് കഥാപാത്രങ്ങളുണ്ട്. അവരുടെ പേരെന്തൊക്കെയാണ്? കലാം, രൺവിജയ്. കലാം ആൻഡ് രൺവിജയ്. കലാമും രൺവിജയ്. അപ്പം ഈ കലാമും രൺവിജയും എങ്ങനെ സുഹൃത്തുക്കളായി നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ആദ്യത്തെ മിഹിറിന്റെ മോർപാലിനെ കഥ പഠിച്ചപ്പോ നമ്മൾ പഠിച്ചു മിഹിർ മോർപാൽ എങ്ങനെയാ കൂട്ടുകാരായത്? പറയടാ, എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്ക്. മലയാളത്തിൽ പറയണ്ട, ഹിന്ദി പറ. എങ്ങനെയാണ്? നാം കാ പഹല അക്ഷർ മിൽനെ കെ വജഹ് സെ. നമ്മൾ കുറെ കാര്യം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അങ്ങ് പഠിക്കും കുറെ കാര്യം. അതായത് നിങ്ങൾ താല്പര്യത്തോടെ ഇരുന്ന് പഠിപ്പിക്കുന്ന സമയത്ത് ആ ഒരു കാര്യം നിങ്ങൾ കൂടെ അങ്ങ് പറയണം. ഓക്കെ, പറഞ്ഞു വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ കാര്യങ്ങൾ നമ്മുടെ മനസ്സിനകത്ത് വരും. ഓക്കെ, അപ്പം രണ്ടാമത്തെ സ്റ്റോറിയിൽ എങ്ങനെയാണ് കലാമും രൺവിജയും എങ്ങനെയാണ് സുഹൃത്തുക്കളായത്? ഞാൻ വായിക്കാം, നോക്കിയേ. कलाम और रणविजय के बीच घुड़सवारी सीखने और पेड़ पर चढ़ना सीखने लेन देन को लेकर दोस्ती हो जाती. ओके, എങ്ങനെയാണ് അവർ കൂട്ടുകാരായ കലാം രൺവിജയ്? നോക്കിക്കോളൂ. കലാം ഓർ രൺവിജയ് കെ ബീച്ച്, കലാമും രൺവിജയും കുടുസവാരി സീക്കിനെ, കുതിര സവാരി പഠിച്ചും. കുടുസവാരി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുതിര സവാരി പഠിച്ചും. ഓർ ആൻഡ് പേട് പർ ചടിന, മരത്തിൽ കയറാനും സീഖിനെ പഠിച്ചും. ലേൻ ദേൻ, കൊടുക്കൽ വാങ്ങൽ നടത്തി. അതായത് നമ്മൾ കൂട്ടുകാരാകുമ്പോൾ നമ്മുടെ ഇരിക്കുന്ന സാധനങ്ങൾ അവന്റെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങില്ലേ, ഷെയർ ചെയ്യില്ലേ? അതുപോലെ ലേൻ ദേൻ കോ ലേക്കർ, കൊടുക്കൽ വാങ്ങൽ നടത്തി. ദോസ്തി ഹോ ജാത്തി, സുഹൃത്തുക്കളായി. ഓക്കെ, അപ്പൊ എങ്ങനെയാ കലാം രൺവിജയും സുഹൃത്തുക്കളായത്? അതായത് ഒരുത്തൻ അറിയാവുന്ന കാര്യം അടുത്തവനെ പഠിപ്പിച്ചു, അടുത്തവൻ അറിയാവുന്ന കാര്യം ഇവനെ പഠിപ്പിച്ചു, തമ്മിൽ എന്ത് ചെയ്തു? നല്ലൊരു സുഹൃത്ത് ബന്ധം ഉണ്ടാക്കിയെടുത്തു. അതാണ് എന്താണ് കലാമും രൺവിജയുടെ സുഹൃത്ത് ബന്ധം. എങ്ങനെയാണ് അവരുടെ ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത്? ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? നേരത്തെ മിഹിറിനെയും മോർപാലിനെ പോലെ കലാമിനെയും രൺവിജയും കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം? പഠിക്കാം. ഓക്കെ, ശരി, നോക്കൂ. ഫസ്റ്റ് കലാം, ആദ്യത്തെ പോയിന്റ്. കലാം फाटी सा की चाय की दुकान में काम करता है और उसका सपना है स्कूल जाना, टीवी में देखे लंबे बालों वाले രാഷ്ട്രപതി കലാം സാബ് ബനിന. എന്താണ് എന്റെ പോയിന്റിന്റെ മലയാളം? നോക്കിക്കോളൂ. കലാം ഫാട്ടിസായുടെ, അതൊരാളുടെ പേരാണ് കേട്ടോ. ഫാട്ടിസ, നിങ്ങൾ ആ പുസ്തകം വായിച്ച സമയത്ത് ഫാട്ടിസ എന്ന് പറഞ്ഞ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഫാട്ടിസായുടെ ചായക്ക് ദുക്കാൻ മേം, ചായക്കടയിൽ. ചായക്ക് ദുക്കാൻ മേം എന്ന് വെച്ചാൽ ചായക്കടയില് കാം കർത്താ ഹെ, ജോലി ചെയ്യുന്നു. കലാം എവിടെയാ ജോലി ചെയ്യുന്നത്? ഒരു ചായക്കടയിൽ ജോലി ചെയ്യുന്ന പയ്യനാണ് ആര്? കലാം. ഓർ ആൻഡ് ഉസ്ക, അവന്റെ സപ്പനാഹെ, സ്വപ്നമാണ്. സപ്പനാഹെ എന്ന് വെച്ചാൽ സ്വപ്നമാണ്. സ്കൂൾ ജാന, സ്കൂളിൽ പോണം. ടിവിയില് ദേഖെ, കാണുന്ന. ലംബേ ബാലോം വാലെ, നീളമുള്ള മുടികളുള്ള. ലംബേ ബാലോം വാലെ എന്ന് വെച്ചാൽ നീളമുള്ള മുടികളുള്ള രാഷ്ട്രപതിയായ
കലാം സാ ബനിന, കലാമാവുക. അപ്പൊ നമുക്ക് രണ്ടാമത്തെ സ്റ്റോറിയിലെ കഥാപാത്രമാണ് ആര്? കലാമും റൺവിജയ്. അതിൽ കലാമിനെ കുറിച്ചുള്ള ഫസ്റ്റ് പോയിന്റ് എന്താണ്? കലാം എവിടെയാ ജോലി ചെയ്യുന്നത്? ഫാട്ടി സാ കി ചായ് കി ദുക്കാൻ മേം. ഫാട്ടി സാ എന്ന് പറയുന്ന ഒരാളുടെ ചായക്കടയിലാണ് കലാം ജോലി ചെയ്യുന്നത്. കലാമിന്റെ സ്വപ്നം എന്താണ്? സ്കൂളിൽ പോണം, പഠിക്കണം, ആരെ പോലെ ആവണം? നമ്മൾ ഈ പറയുമ്പോ എന്താണ്, നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന, എന്താണ്, നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരാളാണ് ആര്? ഡോക്ടർ APJ അബ്ദുൽ കലാം, അല്ലെ? നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത നല്ല മനുഷ്യനാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. അദ്ദേഹത്തെ പോലെ ആവണം. ഓക്കെ, നമ്മൾ പറയില്ലേ എനിക്ക് ഇന്ന ആളെ പോലെ ആവണം, ഇന്ന ആളെ പോലെ ആവണം എന്നൊക്കെ പറയില്ലേ? അതുപോലെ കലാമിന്റെ സ്വപ്നം, ആഗ്രഹം എന്താണ്? ആരെ പോലെ ആവണം? നമ്മുടെ ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ പോലെ ആവണമെന്നാണ് ആരുടെ സ്വപ്നം? കലാമിന്റെ സ്വപ്നം, അല്ലെ? ഓക്കെ, അടുത്ത നേരെ നമുക്ക് റൺവിജയിലേക്ക് പോവാം. റാണ കാ ബേട്ടാ ഹേ റൺവിജയ് ഓർ സ്കൂൾ ജാന പസന്ത് നഹീം. എന്താണ്? റാണ കാ ബേട്ടാ ഹേ, റാണയുടെ മകനാണ്. റാണ എന്ന് വെച്ച് കഴിഞ്ഞാൽ റൺവിജയുടെ അച്ഛന്റെ പേരാണ് റാണ. റാണ കാ ബേട്ടാ ഹേ, റാണയുടെ മകനാണ് റൺവിജയ് ഓർ ആൻഡ് സ്കൂൾ ജാന, സ്കൂളിൽ പോകാൻ പസന്ത് നഹീം, ഇഷ്ടമില്ല. പസന്ത് നഹീം വെച്ചാൽ ഇഷ്ടമേ ഇല്ല. അപ്പൊ കലാമിന്റെ ആഗ്രഹം എന്താണ്? സ്കൂളിൽ പോകണം, പഠിക്കണം. റൺവിജയുടെ ആഗ്രഹം എന്താണ്? സ്കൂളിൽ പോകണ്ട, പഠിക്കണ്ട. അപ്പൊ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആരുമായിട്ട് ഇവരെ കണക്ട് ചെയ്യാൻ പറ്റും? ഒന്ന് പറഞ്ഞു നോക്കിയേ. നമ്മൾ നേരത്തെ ആദ്യത്തെ കഥയിൽ പഠിച്ചില്ലേ? ആദ്യത്തെ കഥയിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? മിഹിർ, മോർപ്പാൽ. അപ്പൊ മിഹിറിനെ കുറിച്ച് പറയാൻ പറഞ്ഞാൽ എന്ത് പറയാം നമുക്ക്? മിഹിർ എന്താണ്? സ്കൂളിൽ പോകാനും പഠിക്കാനും താല്പര്യമില്ലാത്ത ഒരു പയ്യനാണ്. അവനെ നമുക്ക് ആരെ വെച്ച് കണക്ട് ചെയ്യാം? രണ്ടാമത്തെ കഥയില് റൺവിജയുമായി കണക്ട് ചെയ്യാം. കാരണം ആദ്യത്തെ കഥയിലെ മിഹിർ ആരെ പോലെയാണ്? രണ്ടാമത്തെ കഥയിലെ റൺവിജയെ പോലെയാണ്. രണ്ടുപേരുടെയും ആ സ്വഭാവവും മറ്റു കാര്യങ്ങളൊക്കെ എന്താ സെയിം ആണ്. അതായത് അവന് സ്കൂളിൽ പോകണ്ട, അവന് സ്കൂളിൽ പോകണ്ട. അടുത്തിനിയുണ്ട് നമുക്ക് ഇവിടുത്തെ കലാം. രണ്ടാമത്തെ കഥയിലെ കഥാപാത്രമാണ് കലാം. കലാമിന്റെ സ്വപ്നം എന്താണ്? സ്കൂളിൽ പോകണം, പഠിക്കണം, ജീവിതത്തിൽ ഒരു നല്ല നിലയിലെത്തണം. അത് ആരെ പോലെയാണ്? ഒന്നാമത്തെ കഥയില് മോർപ്പാലിനെ പോലെയാണ്, അല്ലെ? മോർപ്പാലിന്റെ ജീവിത സാഹചര്യം കൊണ്ട് അവൻ 8ാം ക്ലാസ് വരെ പഠിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അവനും എന്താണ്? ഒരു നല്ല നിലയിൽ എത്തണമെന്ന ആഗ്രഹം. ഓക്കെ, അതൊക്കെ വെച്ച് നമ്മൾ ഒന്ന് നോക്കണം. അടുത്ത് കലാമിന്റെ രണ്ടാമത്തെ പോയിന്റിലേക്ക് വരാം. നോക്കിക്കോളൂ. ഉസ്കി മാ ഉസേ ചായ് കി ദുഖാൻ പർ ചോട് ജാത്തി ഹെ. എന്താണ്? ഉസ്കി മാ, അവന്റെ അമ്മ. ഉസ്കി എന്ന് വെച്ചാൽ അവന്റെ, ആരുടെ? കലാമിന്റെ മാ, അമ്മ. ഉസേ, അവനെ. ചായ് കി ദുഖാൻ പർ, ചായക്കടയില്. ചോട് ജാത്തി ഹെ, വിട്ടിട്ട് പോരാണ്. ചോട് ജാത്തി ഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിട്ടിട്ട് പോരാണ്. അവൻ എവിടെ നിന്നാണ്? അവന്റെ അമ്മ എന്ത് ചെയ്തു? ചായക്കടയിൽ ജോലിക്ക് വേണ്ടി വിട്ടിട്ട് പോയതാണ്. അടുത്ത് ഇപ്പുറത്ത് റൺവിജയെ കുറിച്ച്. കലാം കി സഹായത സേ ഫാഷൻ മേം റൺവിജയ് പ്രഥം പുരസ്കാർ പാത്താ. എന്താണ്? കലാം കി സഹായത സേ, കലാമിന്റെ സഹായത്താൽ. കലാം കി സഹായത സേ എന്ന് വെച്ചാൽ കലാമിന്റെ സഹായത്താൽ. ഫാഷൻ മേം, പ്രസംഗത്തിൽ. ഫാഷൻ മേം എന്ന് വെച്ചാൽ പ്രസംഗത്തിൽ. റൺവിജയ്ക്ക് പ്രഥം പുരസ്കാർ, ഫസ്റ്റ് പ്രൈസ്. പ്രഥം പുരസ്കാർ എന്ന് വെച്ചാൽ ഫസ്റ്റ് പ്രൈസ് പാത്താ ഹെ, ലഭിച്ചു. ഓക്കെ, കിട്ടി. അടുത്ത് നേരെ ഇനി കലാമിന്റെ മൂന്നാമത്തെ പോയിന്റിലേക്ക് വരാം. കലാം കാ അസൽ നാം ചോട്ടു ഹേ और वह अपने लक्ष्य प्राप्त करने के लिए अपना नाम കലാം രഖ് ലേത്താ ഹെ. എന്താണ്? കലാം കാ അസൽ നാം ഹേ ചോട്ടു. കലാമിന്റെ അസൽ നാം, യഥാർത്ഥ പേര്. അസൽ നാം എന്ന് വെച്ചാൽ യഥാർത്ഥ പേര് ചോട്ടു ഹേ, ചോട്ടു ആണ്. അപ്പൊ പരീക്ഷയ്ക്ക് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. കലാം കാ അസൽ നാം ക്യാ ഹെ, കലാമിന്റെ യഥാർത്ഥ പേരെന്താണ്? ചോട്ടു. ഓക്കെ, ഓർ ആൻഡ് വഹ്, അവൻ, അപ്പനെ, തന്റെ, ലക്ഷ്യം, പ്രാപ്ത് കർണേ കെ ലിയെ, നേടിയെടുക്കാൻ വേണ്ടി. പ്രാപ്ത് കർണേ കെ ലിയെ എന്ന് വെച്ചാൽ നേടിയെടുക്കാൻ വേണ്ടി. അപ്പന നാം, തന്റെ പേര് കലാം രഖ് ലേത്താ ഹെ, കലാം എന്ന് ആക്കി. ഓക്കെ, അതായത് നമ്മുടെ ഇവിടുത്തെ കലാമിന്റെ യഥാർത്ഥ പേരെന്താണ്? ചോട്ടു എന്നാണ്. അവൻ എന്തുകൊണ്ടാണ് കലാം എന്ന് പറയുന്ന പേര് സ്വീകരിച്ചത്? അവന് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. അതായത് നമ്മളിപ്പോ ഈ ചോട്ടു എന്ന് പറയുന്ന പേരിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ പൊടിയ എന്നാണ്. നമ്മൾ പറയില്ല, എടാ പൊടിയ ഇഞ്ഞു വാ എന്ന് പറയും. ഈ പൊടിയ എന്ന് വിളിക്കുമ്പോൾ തന്നെ എന്താണ് കുഞ്ഞൻ, അല്ലെങ്കിൽ എന്താണ് ഒരു കാര്യം ചെയ്യാത്ത കൊച്ചുകുട്ടി എന്നൊക്കെ നമ്മൾ പറയില്ല. അവനെയാണ് പൊടിയ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്, അല്ലെ? പക്ഷെ ഇവിടെ കലാമിന്റെ അവന്റെ സ്വപ്നം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ പൊടിയൻ എന്ന് പറയുന്ന പേര് അവന് യോജിച്ചതല്ല. അവൻ എന്ത് ചെയ്തു? സ്വയം അവന്റെ പേര് മാറ്റി എന്താണ്? കലാം എന്ന് ആക്കി. ഓക്കെ, അപ്പൊ ആ കലാം എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ തന്നെ അതിന്റെ അകത്ത് എന്തൊക്കെയോ ഉണ്ട്, അല്ലെ? കലാം എന്ന് പറയുന്ന പേരിന്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ, ഒരു പോസിറ്റീവായിട്ട് എന്താണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ തോന്നും. ഓക്കെ, നമുക്ക് എല്ലാവർക്കും പേരുണ്ട്, അല്ലെ? ആ പേരിൽ തന്നെ എന്താണ് നമുക്ക് എല്ലാവർക്കും ഒരു പേരിൽ തന്നെ ഒരു കാരണം കാണും. എന്തെങ്കിലും കണ്ടിട്ടായിരിക്കും ഇടുന്നത്, അല്ലെ? അപ്പം ഈ ചോട്ടു എന്ന് പറയുന്ന പേര് കലാമിന് എന്താണ് ഒട്ടും യോജിച്ചതല്ല. കാരണം കലാമിന്റെ സ്വപ്നങ്ങൾ വളരെ വലുതാണ്.
ഓക്കെ, വളരെ വലുതാണ്. അപ്പൊ അതുകൊണ്ട് അവന്റെ പേര് അവനൊരു എന്താണ് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു, ചോട്ടു എന്ന് പറയുന്ന പേര് മാറ്റി കലാം എന്ന് പറഞ്ഞ പേര് അവൻ തന്നെ സ്വീകരിച്ചു. ഓക്കെ, അടുത്ത 4-ാമത്തെ പോയിന്റ്. ലൂസി മാഡം ഉസേ ദില്ലി ലേക്കർ ജാനെ കാ വാദാ കർത്തി ഹെ. ലൂസി മാഡം ആരാണ്? ലൂസി മാഡം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ചാപ്റ്റർ പഠിപ്പിച്ച സമയത്ത് ലൂസി മാഡം എന്ന് പറയുന്ന ഒരു കഥാപാത്രം അതിന്റെ അകത്തുണ്ട്. ഓക്കെ, ഒരു ലാസ്റ്റ് തൊട്ടുമുമ്പായിട്ട് വരുന്ന ഒരു കഥാപാത്രമാണ് ലൂസി മാഡം. കേൾക്കാൻ നല്ല രസമുണ്ട് അല്ലെ? ലൂസി മാഡം. ഓക്കെ, ലൂസി മാഡം. ലൂസി മാഡം ഉസേ അവനെ, ആരാണ് അവൻ? കലാമിനെ. ദില്ലിയിലേക്കർ ഡൽഹിയിൽ കൊണ്ട്, ദില്ലിയിലേക്കർ എന്ന് വെച്ചാൽ ഡൽഹിയിൽ കൊണ്ട്, ജാനേക്ക പോകാമെന്ന്, ജാനേക്ക എന്ന് വെച്ചാൽ പോകാമെന്ന്, വാദാ കർത്തിഹെ ഉറപ്പ് കൊടുക്കുന്നു. വാദാ കർത്തിഹെ എന്ന് വെച്ചാൽ ഉറപ്പ് കൊടുക്കുന്നു. അപ്പൊ ഇവിടുത്തെ ലൂസി മാഡം എന്താ കൊടുക്കുന്നത് അവനെ? ഡൽഹിയിൽ, ഞാൻ നിന്നെ ഡൽഹിയിൽ കൊണ്ടുപോകാം എന്ന് പറയണം. എന്തിനാണ് ഡൽഹിയിൽ കൊണ്ടുപോകാന്ന് പറയുന്നത്? അതിന്റെ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു. 1-ാമത്തെ പോയിന്റ് എന്താ പറഞ്ഞത്? കലാമിന് ആരെ പോലെ ആവണം? ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ പോലെ ആവണം. അപ്പൊ അദ്ദേഹത്തെ കാണാനൊക്കെ അവന് വലിയ ആഗ്രഹമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം, നിന്നെ ഡൽഹിയിൽ കൊണ്ടുപോകാം. നമ്മുടെ രാഷ്ട്രപതി ഭവനൊക്കെ എവിടെയാണ്? ഡൽഹിയിലാണ്. അപ്പൊ ഡൽഹിയിൽ കൊണ്ടുപോകാന്നൊക്കെ ലൂസി മാഡം പറയാം. അടുത്ത് ഏറ്റവും ലാസ്റ്റത്തെ പോയിന്റ് നോക്കിക്കോളൂ. रन विजय के पिता ने कलाम पर चोरी का आरोप लगाया और वह स्वयं चोरी का आरोप सह लिया. നോക്കിക്കോളൂ, റൺ വിജയ് കെ പിതാനെ, റൺ വിജയുടെ അച്ഛൻ, അതായത് കലാമിന്റെ കൂട്ടുകാരനാണ് റൺ വിജയ്. റൺ വിജയ് കെ പിതാനെ, റൺ വിജയുടെ അച്ഛൻ, ചോരി കാ ആരോപ് മോഷണ കുറ്റം, ചോരി കാ ആരോപ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഷണ കുറ്റം, ലഗായ ചുമത്തി, ലഗായ എന്ന് വെച്ചാൽ ചുമത്തി, അതായത് കലാമിന്റെ മേലെന്ത് ചെയ്തു, ഒരു മോഷണ കുറ്റം എന്ത് ചെയ്തു, ഈ റൺ വിജയുടെ അച്ഛൻ ചുമത്തി. ഓർ ആൻഡ് വഹ് സ്വയം, അവൻ സ്വയം, ചോരിക്ക ആരോപ് മോഷണത്തിന്റെ കുറ്റം, അതായത് മോഷണ കുറ്റം സഹിലിയ സഹിച്ചു. അതായത് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് വേറെ ഒന്നും കൊണ്ടല്ല, ഈ റൺ വിജയും കലാമും സുഹൃത്തുക്കളാണ്. ഈ കാര്യം ആർക്കറിയില്ല? റൺ വിജയുടെ അച്ഛൻ അറിയില്ല. ഓക്കെ, അപ്പം ഇവൻ എന്താണ് കള്ളൻ എന്നൊക്കെ വിളിച്ചപ്പോ കലാം പറഞ്ഞില്ല എന്താണ്, ഞാൻ ആരുടെ, നിങ്ങളുടെ മകന്റെ കൂട്ടുകാരനാണെന്നൊന്നും കലാം പറഞ്ഞില്ല. കലാം എന്ത് ചെയ്തു, ഒരു മോഷണ കുറ്റം തന്നിൽ ആരോപിച്ചു. യഥാർത്ഥത്തിൽ അത് മോഷണ കുറ്റമൊന്നുമല്ല, ചുമ്മാ ആരോപിച്ചതാണ്. അപ്പൊ എന്താണ്, അത് അവനെ കള്ളൻ എന്ന് പറഞ്ഞ് മുദ്രകുത്തി. ഓക്കെ, അപ്പം ഇത്രയുമാണ് കലാമും റൺ വിജയും തമ്മിലുള്ള ഒരു എന്താണ് ഒരു അവർ തമ്മിലുള്ള ഒരു വ്യത്യാസം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് ഒന്നും കൂടെ ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ കഥ ഒന്നും കൂടെ നോക്കാം. അപ്പൊ രണ്ടാമത്തെ കഥയിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? കലാമും റൺ വിജയും. രണ്ടാമത്തെ കഥയിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? കലാമും റൺ വിജയും. കലാമും റൺ വിജയ് എങ്ങനെയാ സുഹൃത്തുക്കളാര്? कलाम और रणविजय के बीच घुड़सवारी सीखने और पेड़ पर चढ़ना सीखने लेन देन को लेकर दोस्ती हो जाती. എങ്ങനെയാണ് വന്നത്? കലാമും റൺവിജയും തമ്മിൽ എന്താണ്, കുതിര സവാരി പഠിക്കുകയും മരത്തിൽ കയറുകയും അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ കൈമാറ്റം ചെയ്തവർ എന്ത് ചെയ്തു, കൂട്ടുകാരായി. ഓക്കെ, അതിനുശേഷം കലാം റൺവിജയെ കുറിച്ചുള്ള പോയിന്റ് ആണ് നിങ്ങൾ കാണുന്നത്. ഇത് കൃത്യമായി നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതിയെടുത്ത് പഠിക്കണം. കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഒരു എന്താണ് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് അത് നല്ലതുപോലെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഒരു ടെൻഷനും ഇല്ലാതെ മറ്റൊരു ചോയ്സ് തേടി നിങ്ങൾ പോകേണ്ട കാര്യമില്ല. ഇതിൽ തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഒരുപാട് 1 വേർഡ് ചോദ്യങ്ങൾക്ക്, 2 മാർക്കിന്റെ ചോദ്യങ്ങൾക്കും വേണമെങ്കിൽ നമുക്ക് കലാമിനെ കുറിച്ച് എഴുതാൻ തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കും. ഒരു 4 പോയിന്റോ അല്ലെങ്കിൽ മിഹിറിനെ കുറിച്ചോ മോർപ്പാലിനെ കുറിച്ചോ 4 പോയിന്റ് എഴുതാനൊക്കെ ചോദിച്ചാൽ നമുക്കിത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എഴുതാൻ പറ്റും. ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കോ ഒരു ഗ്രാമർ മിസ്റ്റേക്കോ ഇല്ലാതെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിന്റെ അകത്തുള്ള സെന്റൻസിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് നമ്മളൊരു ക്യാപ്സ്യൂൾ രൂപത്തിലാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. നന്നായിട്ട് ഇത് പഠിക്കുക, നല്ല രീതിയിൽ പഠിക്കുക. അതുപോലെ തന്നെ രണ്ടാമത്തെ കഥ നമ്മളിപ്പോ പറഞ്ഞ കലാമിന്റെ റൺവിജയുടെ കഥയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് തീരാൻ വേണ്ടി പോകുന്ന ക്ലൈമാക്സ് രംഗത്തിലേക്ക് വരാൻ എന്താണ്, ഇത് വളരെ ഇമ്പോർട്ടന്റ്. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു പാരഗ്രാഫ് വളരെ ഇമ്പോർട്ടന്റ് ആയ പാരഗ്രാഫാണ്. പരീക്ഷയ്ക്ക് പലതവണ ചോദിച്ചിട്ടുള്ള ഒരു വരിയാണിത്. നോക്കാം. കലാം तय करता है कि मैं अपनी चिट्ठी दिल्ली जाकर अपना हमनाम डॉक्टर कलाम को खुद देगा. अंध कलाम को अपनी मंजिल मिलती है. എന്താണ് ലാസ്റ്റത്തെ രണ്ടാമത്തെ കഥയിലെ അവസാനത്തെ ക്ലൈമാക്സ് എന്താണ്? കലാം തൈ കർത്താ ഹെ, കലാം തീരുമാനിച്ചു, നമ്മുടെ ചോട്ടു നമ്മുടെ കലാം തീരുമാനിച്ചു. എന്താണ്? മേം ഞാൻ, അപ്പനി എന്റെ, ചിട്ടി കത്ത്, ദില്ലി ഡൽഹിയിൽ, ജാക്കർ പോയി, അപ്പന തന്റെ, ഹം നാം ഒരേ പേരുള്ള, ഹം നാം ഒരേ പേരുള്ള ആ ഒരു വാക്ക് നിങ്ങൾ കൃത്യമായി നോക്കി വെക്കണേ. ഹം നാം ഒരേ പേരുള്ള, ഡോക്ടർ ഡോക്ടർ, കലാം കോ കലാമിന്, ഖുദ് ദേഗ സ്വയം കൊടുക്കും. എന്താണ് അവൻ പറയുന്നത് ലാസ്റ്റ് വരി? കലാം തീരുമാനിക്കുകയാണ്. അപ്പൊ അതായത് ലാസ്റ്റ് അവനെ കള്ളൻ എന്ന് പറഞ്ഞ് എല്ലാവരും മുദ്രകുത്തി. ആ സമയത്ത് അവൻ അവിടെ വിട്ടു പോവുകയാണ്, നാട് വിട്ടു പോവാണ്. നാട് വിട്ടു പോയിട്ട് എവിടെ പോവുകയാണ് അവൻ? ഡൽഹിയിൽ പോവാണ്. ഡൽഹിയിൽ ഒരു കത്തും കൊണ്ടുപോവാണ്. ആർക്ക് കൊടുക്കാനായിരിക്കും ഈ കത്ത് കൊണ്ടുപോകുന്നത്? ഡോക്ടർ APJ അബ്ദുൽ കലാമിന് കൊടുക്കാൻ വേണ്ടി ആയിരിക്കാം അല്ലെ? അപ്പൊ അവൻ തീരുമാനിച്ചാണെന്നാണ്, ഞാൻ ഒറ്റയ്ക്ക് ഡൽഹിയിൽ പോവും എന്ന് തീരുമാനിച്ചവൻ പോവാണ്. ആ ലാസ്റ്റ് വരി അന്ത് അവസാനം, അന്തെന്ന് വെച്ചാൽ അവസാനം, കലാം കോ കലാമിന്, അപ്പനി തന്റെ,
മംജിൽ ലക്ഷ്യസ്ഥാനത്ത് മിത്തി ഹെ എത്തിച്ചേരുന്നു. മിത്തി ഹെ എന്ന് വെച്ചാൽ എത്തിച്ചേർന്നു. അതായത് അവന്റെ ലക്ഷ്യം എന്താണ്? കലാം കാ സപ്ന ക്യാ ഹെ, കലാമിന്റെ ലക്ഷ്യം എന്താണ്? സ്കൂളിൽ പോകണം, സ്കൂളിൽ പോകണം, ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ പോലെ ആവണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ കാണണം. ഇത് രണ്ടും എന്ത് ചെയ്തു? അവൻ സാധിച്ചു. അപ്പൊ അവൻ ജീവിതത്തിൽ എന്ത് ചെയ്തു? വിജയിച്ചു. ഇതാണ് നമ്മുടെ അയാം കലാം കെ ബഹാന എന്ന് പറയുന്ന രണ്ടാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ ഒരു 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 എന്താണ് ഒരു കഥ. ഈ കഥ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. ആദ്യത്തെ കഥയില് മിഹിർ, മോർപാല് അവരാരൊക്കെയാണ്, അവരെന്തൊക്കെയാണ്, അവരുടെ സുഹൃത്ത് ബന്ധം എങ്ങനെ തുടങ്ങി അവസാനത്തെ ക്ലൈമാക്സ് വരെ നിങ്ങൾ കൃത്യമായി പഠിക്കണം. അടുത്ത രണ്ടാമത്തെ കഥയിലെ കഥാപാത്രങ്ങളാണ് കലാമും റൺവിജയും. ഇതും നിങ്ങൾ അവരെങ്ങനെയാണ് സുഹൃത്തുക്കളായത്, അവരുടെ ആ ഒരു വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, അതിനുശേഷം ആ ഒരു രണ്ടാമത്തെ കഥയിലെ അവസാനത്തെ ക്ലൈമാക്സ് എങ്ങനെയാണ്, അതും കൂടെ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? വായിക്കണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിനെ കുറിച്ച് എല്ലാം ഓക്കെ ആയെന്ന് നമുക്ക് വിചാരിക്കാം. അപ്പൊ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാവുന്ന രീതിയിലാണ് ഇത്രയും പോയിന്റ്സ് തന്നിട്ടുള്ളത്. അപ്പൊ ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത്രയും പോയിന്റ്സ് എഴുതി വെച്ച് പഠിക്കുക. അതായത് മലയാളത്തിൽ വേണമെങ്കിൽ നിങ്ങൾ നേരത്തെ ക്ലാസ് കഴിഞ്ഞത് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് ബാക്കിലോട്ട് അടിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? ആ ക്ലാസ് എന്റെ ക്ലാസ് ഒന്നും കൂടെ കേൾക്കുക. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ മലയാളം കൂടെ എഴുതിയെടുത്ത് പഠിക്കാൻ പറ്റും. എഴുതിയെടുത്ത് നമുക്ക് കുറെ കൂടെ എന്ത് ചെയ്യാൻ പറ്റും? മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് എഴുതിയെടുത്ത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇത്രയുള്ള ആ ചാപ്റ്റർ, നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.